ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൺ. ഇന്ന് ഞാനൊരു പാൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 500 ഗ്രാം പുട്ടുപൊടിയാണ്. അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അന്നേരം പുട്ട് ശരിയാവാതായിപ്പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ പുട്ടുപൊടി ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ ക്യാരറ്റാണിത് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. അതും ചേർത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പാൽപ്പൊടി വേണ്ടെങ്കിൽ നമ്മൾ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നില്ല വെള്ളത്തിൽ, അതിന് പകരം പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. പാൽപ്പൊടി ഇഷ്ടമല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പഞ്ചസാര ഇടാതെ കുഴച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പുട്ട് ചുടുന്ന പോലെ തന്നെ ഫസ്റ്റ് തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ടിന്. ഈ പുട്ടിന് കറികളുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കുകയും ചെയ്യാം. പഞ്ചസാര ഉപയോഗിക്കാത്തവർക്ക് പഞ്ചസാര ഇടാതെയും റെഡിയാക്കി എടുക്കുക. വെറും ക്യാരറ്റും തേങ്ങയും പാൽപ്പൊടിയും ഇട്ടിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി പുട്ട് ഞാൻ കുറ്റിയിൽ നിറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്കറിലേക്കാണ് കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഇലയിലാണിത് കുത്തി കൊടുക്കുന്നത്. അതെല്ലാം നമ്മൾ സാധാരണ പുട്ട് റെഡിയാക്കുന്നില്ല, അതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പകുതി മാത്രം ചുട്ടെടുത്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.